ഞാൻ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. ഉം. അപ്പൊ കുറച്ചായിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കമ്പ്യൂട്ടർ ഓപ്ഷനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഇടുപ്പിന് ഇപ്പൊ നല്ലൊരു വേദന വന്നിട്ട് ചില സമയത്ത് രണ്ട് മുട്ടും ഭയങ്കര വേദനയുണ്ട്. അപ്പൊ അത് ഏഹ്, എന്താണ് എന്നുള്ളതൊരു ഇപ്പൊ ഡോക്ടറെ കാണിച്ചിട്ടൊന്നുമില്ല. വയസ്സ് എത്രയാണ്? വീട്ടിൽ ജോലി വയസ്സ് 45. 45 അല്ലേ? ആ. എത്രയായി തുടങ്ങിയിട്ട് വേദന? വേദന തുടങ്ങിയിട്ട് ഒരു കഷ്ടി ഒരു മാസത്തിന്റെ ഉള്ളിലാവുള്ളൂ. ആ. വർക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-12 കൊല്ലമായി ഈ ഓഫീസ് വർക്ക് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ. ഈ വേദന വരുന്നത് ഇപ്പൊ എവിടെയാണ് കറക്റ്റ്? വേദന ശരിക്കും ഇടുപ്പിന്റെ അവിടുത്തെ വേദനയായിരുന്നു. നടുവിനാണോ ഇടുപ്പ് ഹിപ്പ് ആണോ ഉദ്ദേശിച്ചത്? നടുവിനാണ്. താഴ്ഭാഗത്ത് നടുവ് അത് സെന്റർ. ചില സമയത്ത് ഞങ്ങളുടെ രണ്ട് മുട്ടും ഭയങ്കര വേദന വരാറുണ്ട്. ഓക്കെ. ഇരിക്കുമ്പോഴാണോ വേദന കൂടുന്നത്? ഇരിക്കുമ്പോഴാണ് വേദന. നടക്കുമ്പോൾ വേദനയില്ല, ഇരിക്കുമ്പോഴാണ് വേദന. ഇരിക്കുമ്പോ ആ വേദന ഒന്നാ എണീറ്റ് നടന്നു കഴിഞ്ഞാൽ വേദന കുറയുന്നുണ്ട് അല്ലെ? വേദന കുറയെന്ന് പറയാം. നടക്കുമ്പോ വേദന നമുക്ക് അറിയുന്നില്ല. പക്ഷെ ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് കുറച്ചു നേരം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോ വേദനിക്കാറുണ്ട്. ചില സമയത്ത് അങ്ങനെ മുട്ടിരിക്കും വേദന വരാറുണ്ട്. സാധാരണ കുനിയാനും നിവരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഞാന് ചെറിയ എക്സർസൈസ് ഒക്കെ ചെയ്ത് നോക്കാറുണ്ട്. അപ്പൊ ചെറിയ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. എക്സർസൈസ് ചെയ്യുമ്പോൾ റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, രണ്ട് മുട്ടും ഇങ്ങനെ മടക്കിയിട്ട് എക്സർസൈസ് ചെയ്യുമ്പോഴും അതേപോലെ ഇതിനോട് എക്സർസൈസ് ചെയ്യുമ്പോൾ ചെറിയ റിലാക്സേഷൻ കിട്ടാറുണ്ട്. അതിന്റെ ഒരു റിലീഫ് കുറച്ച് കിട്ടും. പിന്നെ വീണ്ടും നമ്മൾ അതേ വർക്കിലേക്ക് പോകുമ്പോൾ കുറെ നേരം ഇരിക്കുമ്പോൾ ചിലപ്പോ വേദന വരാറുണ്ട്. ചില സമയത്ത് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. റൂമിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ പ്രയാസം. ഈ നടുവേദന വരുന്ന സമയത്ത് തന്നെയാണോ മുട്ടുവേദന വരുന്നത്? രണ്ടും ഒരുമിച്ചാണോ വരുന്നത്? ഇവിടുന്ന് ബാക്കിലെ വേദന ഇറങ്ങി മുട്ടിലോട്ട് വരുന്ന പോലെയാണോ? നടുവേദന പറഞ്ഞാല് എല്ലാ സമയത്തും മുട്ടുവേദനയില്ല. അതാണ് പ്രശ്നം. എല്ലാ സമയത്തും മുട്ടുവേദനയില്ല. ഈ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് ഇരുത്തം കൊണ്ടുള്ള വേദന ആയിരിക്കാം ഇത്. ചിലപ്പോ നമ്മള് പോസ്റ്റർ കുറെ കാലമായിട്ട് ഇരിക്കുമ്പോ മസിൽസിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രെയിൻ ഉണ്ട്. അപ്പൊ അതാവാനാണ് സാധ്യത. കുനിയാനും നിവരാനൊന്നും ബുദ്ധിമുട്ടില്ല, ആ വേദന കാലിലോട്ടൊന്നും ഇറങ്ങുന്നില്ല, ബാക്കിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ വരുന്ന വേദന ഡിസ്കോജനിക് പെയിൻ ആണ്. അത് ഡിസ്കിൽ സ്ട്രെസ് കൂടുമ്പോഴും മസിൽ വീക്ക് ആകുമ്പോൾ വരുന്നൊരു വേദനയാണ്. അത് തെറാപ്പി ആണ് അതിന്റെ ഇനീഷ്യൽ ഇത്. നമുക്ക് മുന്നോട്ടുള്ള പോസ്റ്ററിന് അതായത് കമഴ്ന്ന് കിടന്നിട്ടുള്ള കുറച്ച് എക്സസൈസുകളുണ്ട്. കമഴ്ന്ന് കിടന്നിട്ട് നടുവ് നിവർത്തുന്ന എക്സസൈസുകൾ. കിടക്കുന്നൊരു പ്രശ്നമാണ്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ അതൊരു പ്രശ്നമാണോ? അതിനൊക്കെ അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ കിടക്കുന്ന രീതിയിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ അങ്ങനെ വരുമ്പോ? കിടത്തം വേദനയുള്ള ആളുകൾക്ക് അവർക്ക് എങ്ങനെയാണോ കംഫർട്ട് അങ്ങനെ കിടക്കാനാണ് നമ്മൾ പറയാ. കിടത്തം ഒരു കാരണം. ഇപ്പൊ ഉള്ള വേദനയ്ക്ക് കാരണം കിടത്താൻ ചാൻസ് ഇല്ല. ഇപ്പൊ ബെഡ് മാറ്റിയിട്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇത്രയും കാലം കിടന്നുകൊണ്ടിരുന്ന പോലെ തന്നെയല്ലേ ഇപ്പോഴും കിടക്കുന്നത്. അതിനേക്കാളും കൂടുതൽ വേറെ എന്തെങ്കിലും കാരണങ്ങളാവാൻ സാധ്യത. ബാക്കിലെ തന്നെ മസിൽസിന് വന്നിരിക്കുന്ന ഓവറായിട്ടുള്ള സ്ട്രെയിൻ മൂലമായിരിക്കാം. എക്സസൈസ് വ്യായാമത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. വ്യായാമത്തിന് നമുക്ക് ബാക്കിന്റെ മസിൽസിനുള്ള വ്യായാമം ചെയ്തിരിക്കണം. ഒരുപാട് പ്രത്യേകിച്ച് നമ്മൾ ഇരിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ചില മസിൽസ് ടൈറ്റും ചിലത് ലൂസും ആയിരിക്കും. മുട്ടിന്റെ നമ്മുടെ ഹാംസ്ട്രിങ്സ് ടൈറ്റ് ആവുള്ളൂ. അപ്പൊ അതൊക്കെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ചെയ്താലാണ് നമ്മൾ ആ മസിൽസ് എല്ലാം ലൂസായി കിട്ടുള്ളൂ. അപ്പൊ അത് ഞാൻ പോണെ കൂടെ പറഞ്ഞാൽ മനസ്സിലാവും അറിയില്ല. അതിപ്പോ ഇരിക്കുമ്പോ നമ്മൾ മുന്നോട്ട് ബെൻഡ് ചെയ്തിട്ടായിരിക്കും അധികം പേര് ഇരിക്കുക. അപ്പൊ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിലെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുത്തൊന്ന് സ്ട്രെയിറ്റ് ആവും, നമുക്ക് ഫീൽ ചെയ്യും അത്. അപ്പൊ ബാക്ക് മസിൽ സ്ട്രെങ്തനിങ്ങിന്റെ എക്സസൈസുകൾ ചെയ്യാന്നുള്ളതാണ് അത്. ഒരാളെ കാണിച്ചിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. വേറെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി വേറെ കാരണങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇതൊരു കുറച്ച് എക്സസൈസുകൾ നമ്മൾ വേണമെങ്കിൽ ഇനീഷ്യലി ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയി കാണിച്ചിട്ട് അവർ പറഞ്ഞു തരും. അത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാക്കുക. പിന്നെ ഇരിക്കുമ്പോൾ ഒരു 20 മിനിറ്റ്സുകൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് നീറ്റ് നിൽക്കുക, നടുവ് നിവർത്തുക. അതൊക്കെ ഒരു ഹാബിറ്റാക്കി മാറ്റാം. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഡിസ്കിലോട്ട് വേദന വരാനും ബൾജ് വരാനൊക്കെ സാധ്യതയുണ്ട്, നമ്മൾ ഇരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ചും. അപ്പൊ പിന്നെ നമ്മൾ ഈ കുഷ്യൻ ഉപയോഗിക്കുന്നില്ല നിലവില്.
നമ്മള് പഴയ ഓഫീസിൽ മരത്തിന്റെ ആ ചെയർ അങ്ങനെ ഉപയോഗിക്കുന്നത്. ഈ കുഷ്യൻ എന്തെങ്കിലും സപ്പോർട്ടായിട്ട് കുഷ്യനേക്കാളും കൂടുതൽ ഇപ്പൊ കുഷ്യന്റെ നേരത്തെ നമ്മൾ ഒരാൾ വിളിച്ചിരുന്നു. കുഷ്യൻ ഈ ഇരിക്കുന്ന ആ ഒരു കോക്സിക്സ് ടെയിൽ ബോൺ വേദനയുള്ളവർക്കാണ് കുഷ്യൻ നമ്മൾ പറയാറ്. അല്ലെങ്കിൽ നോർമൽ ഒരാൾക്ക് കുഷ്യൻ നിർബന്ധമില്ല. വേണ്ടത് ഒരു ബാക്ക് സപ്പോർട്ടാണ്. ചാരി ഇരിക്കാനുള്ള ഒരു സപ്പോർട്ട് വേണം. അങ്ങനത്തെ ചെയർ ഇല്ലെങ്കിൽ അതിനുള്ള അത് നമുക്ക് ഓൺലൈനിലേക്ക് വായിക്കാൻ ഇരിക്കാനുള്ള സെറ്റപ്പ് തന്നെയാണ്. അതിന് ബാക്ക് സപ്പോർട്ട് എന്നുള്ള കുഷ്യന്റെ ആവശ്യം ഇല്ല. ബാക്ക് സപ്പോർട്ടിൽ നമുക്ക് ആ ഒരു ആർച്ച് നടു നിവർത്താനും ചാരി ഇരിക്കാനുള്ള ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ മതി. കുഷ്യൻ അല്ല, അതൊരു സീറ്റിലൊക്കെ ഘടിപ്പിക്കാവുന്ന ഒരു ഇത് വാങ്ങിക്കാൻ കിട്ടും. ബാക്കിലെ ലംബാർ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കിട്ടും. അത് ഭയങ്കര മോശം ചെയർ ആണെങ്കിൽ അത് വാങ്ങിയിട്ട് ചെയറിൽ വെക്കാവുന്നതാണ്.